ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഫ്രൈഡേ നൈറ്റ് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉമ്മാക്ക് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പൂരി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ പൂരി ഞാൻ പ്രസ്സിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പൂരി ഭയങ്കര സിമ്പിളാണ്. മാവ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയിലിടുന്ന സമയത്താണ് പ്രസ്സിൽ അമർത്തി കൊടുക്കുന്നത് കേട്ടോ. മുന്നേ ഞാൻ പരത്തിയിട്ടാണ് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ലോണം ഇങ്ങനെ പൊള്ളി വരും. മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ള പൂരി കഴിക്കാനായിട്ട്. പിന്നെ മാവ് കുഴച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ച് റവ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൂരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രസ്സിൽ ഇതുവരെ പൂരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ചൂടോടുകൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ അറിയിക്കുക. അപ്പോൾ പെട്ടെന്ന് കടയിൽ പോയതുകൊണ്ട് കറി താളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ താളിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പണികൾ പെൻഡിങ് ആണ് കേട്ടോ. പാത്രം ഒരുപാട് കഴുകാനുണ്ട്. കഴുകി വെച്ച പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടില്ല. പിന്നെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർക്ക് കൊടുത്തു. പിന്നെ അവർക്ക് ഓൾറെഡി ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പുറത്ത് പോയത്. പക്ഷെ ഭൂരിയാണ് ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞപ്പോൾ അവർ പിന്നെയും ഭൂരി കഴിച്ചു കേട്ടോ. മുന്നേ ഒരു വീഡിയോയിൽ മെറ്റൽ സ്ട്രോൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെറ്റൽ സ്ട്രോ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് തന്നെ നിൽക്കും. കുടിച്ചു കഴിഞ്ഞ് ഞാനത് അപ്പം തന്നെ വാങ്ങിച്ചു വെക്കും കേട്ടോ. പിന്നെ മോൻ്റെ ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇന്ന് തന്നെ ചെയ്യുന്നില്ല. ഇത് ഫ്രൈഡേ ആണല്ലോ. ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ ലീവാണ്. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി കളിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഇനി കഴുകിയിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ പച്ചക്കറികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഫ്രൈഡേ തന്നെ നമ്മൾ പോയത്. അല്ലെങ്കിൽ സാധാരണയായിട്ട് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകാറുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കാറ്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. 149 റുപ്പീസാണ് കേട്ടോ. ഏകദേശം 1 ഇയറിന് മുകളിലായി വാങ്ങിച്ചിട്ട്. പിന്നെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ മിക്കതും വാങ്ങിച്ചത് മീഷോന്നും പിന്നെ ഡിമാർട്ടിൽ നിന്നൊക്കെ ആയിട്ടാണ്. എപ്പോഴും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് വാങ്ങിക്കാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബീട്രൂട്ടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തണ്ട് കളയുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടോ സമയം. പിന്നെ ശനിയാഴ്ച ലീവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സ്കൂളും ജോലിയും ഇല്ലാത്ത ദിവസം നമ്മൾ കുറച്ച് വൈകിട്ടൊക്കെയാണ് എനിക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് 3 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ തക്കാളി ഇടുന്ന ഈ ബോക്സ് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിന് 250 റുപ്പീസാണ് ഒരെണ്ണത്തിന്.
നമ്മുടെ വലിയ വെജിറ്റബിൾ ബോക്സിനകത്ത് ഇട്ട് വെക്കുന്ന സമയത്ത് ഞാൻ മിക്ക സാധനങ്ങളും കാണാറില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ബോക്സിലാക്കി വെക്കുന്നത് കേട്ടോ. ഇതാവുമ്പോൾ നേരെ കാണും നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് തന്നെ കാണും. വർക്കിംഗ് ഡേയ്സിലൊക്കെ മിക്കവാറും നമ്മൾ ദോശ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കറിയായിട്ട് എപ്പോഴും സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. സാധാരണയായിട്ട് എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം സാമ്പാറിലിടലുണ്ട്. പിന്നെ ഇപ്പോൾ സാമ്പാർ പൊടി കൂടി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ രാവിലെ കാര്യങ്ങളിപ്പോൾ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ കുക്കുംബറും ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ വെജിറ്റബിൾ ബോക്സിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതാകുമ്പോൾ എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വലിയ ബോക്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ ഞാൻ അതിൻ്റെ ബോക്സിലാക്കി യൂട്ടിലിറ്റി ഏരിയയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായപ്പൊടി കഴിഞ്ഞ് 3 ദിവസം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ AVT കണ്ണൻദേവനൊക്കെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ മലയാളി കടകളിൽ തന്നെ പോകണം. നമ്മൾ സ്ഥിരമായിട്ട് AVT ആണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരുപാട് മലയാളി സൂപ്പർ മാർക്കറ്റുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് മട്ടയരി, പുട്ടുപൊടി, പത്തിരിപ്പൊടി ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇനി കുറച്ചുകൂടി പാത്രങ്ങൾ കഴുകാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്തുള്ള പാത്രങ്ങളൊക്കെ ഒഴിപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അതെല്ലാം കഴുകി വെച്ച് ജസ്റ്റ് ഒന്നുകൂടി ക്ലീൻ ചെയ്തു കിച്ചൺ. അപ്പോൾ ഏകദേശം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒഴിവ് ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം. ഇനിയൊന്ന് ഫ്രഷായിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു ജോലിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല ടയർഡാണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.